ഗായ്സ്, വെൽക്കം ബാക്ക് ടു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ, അപ്പം നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ വെഡിങ് ആനിവേഴ്സറി വ്ളോഗാണെന്ന് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലേക്ക് നിൽക്കുക, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗായ്സ്, രാവിലെ തന്നെ ഏട്ടൻ പറഞ്ഞു അമ്പലത്തിൽ പോവാന്ന്. അപ്പോൾ ഓക്കെ വേണ്ടി നമ്മളിപ്പോൾ അമ്പലത്തിൽ പോകണം. എൻ്റെ മുഖമൊക്കെ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് വിചാരിക്കും. ധൃതി പിടിച്ച് ഒരുങ്ങിയതാണ്. ഏട്ടൻ ഒന്നിനും സമ്മതിച്ചില്ല, ഒന്നും ചെയ്യാനും പറ്റില്ല, ഒരു പൊട്ട് പോലും വെച്ചില്ല. ഞാൻ ധൃതി പിടിച്ച് ഇറങ്ങിയതാണ്. ഇനി വീടെത്തിയിട്ട് എന്തിനാണ്, കല്യാണക്കാരിയാണ് കേട്ടോ. ബ്ലൗസ് മാത്രം എനിക്ക് പാകല്ലാത്തതുകൊണ്ട് ഞാൻ ഇവളുടെ 56-ന് ഇട്ട ഒരു ബ്ലൗസാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ഇനി ബാക്കി വിശേഷങ്ങൾ വഴിയെ പറയാം ഗായ്സ്. അപ്പം നമ്മൾ അമ്പലത്തിലേക്ക് വന്നല്ലോ കേട്ടോ. അപ്പം ഞങ്ങൾ അമ്പലത്തിലേക്ക് വന്നു. അമ്പലത്തിൽ കയറിയിട്ട് വീട്ടിൽ പോണ്ടോ, അമ്പലത്തി ഗായ്സ്. അമ്പലത്തിൻ്റെ അവിടെയാണ്. അപ്പം നമ്മൾ അപ്രതീക്ഷിതമായി രണ്ടുപേരെ കണ്ടു. ആരാണെന്നുള്ളത് കാണിച്ചു തരാതെ ഇതിനാണ് ഫുള്ള് കിട്ടാനായിരിക്കില്ലേ. ഓ, ആട്ടം കാണിച്ചത് മതി. അപ്പം നമ്മൾ മുണ്ടൂരാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് പാലക്കീഴിലാണ് നമ്മൾ കേട്ടോ ഗായ്സ്. അപ്പം ഇതെൻ്റെ കല്യാണ സാരിയാണ്. ബ്ലൗസ് എനിക്ക് പാകല്ല, സോ വേറെ ബ്ലൗസ് ഇട്ടു. ഇത് പുതിയ ബ്ലൗസ്, ഇത് പുതിയതല്ല, ഞാൻ പറഞ്ഞല്ലോ. മറ്റേ കുട്ടിന്റെ പരിപാടിക്ക് വർഷങ്ങളായി കഴിച്ച് 4 വർഷമായി. അതെനിക്ക് പാകാം, കാരണം അപ്പം ഞാൻ പ്രസവിച്ചിട്ട് അടി ഉണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞ് നെല്ല് പോലെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാകും. മാത്രം കല്യാണ സാരി കല്യാണത്തിന് എടുക്കുക. പിന്നെ ഞാൻ എന്റെ സെലക്ഷനാണ്. പിന്നെ ഞാൻ ഉടുത്തിട്ടേ ഇല്ല. പിന്നെ ഇന്നാണ് ഞാൻ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ വന്നപ്പോഴാണ് അവിടെ കീർത്തനയും കൃപയും വന്നിട്ടുണ്ടായിരുന്നു. കാരണം സൺഡേ അല്ലേ, അപ്പം ലീവുള്ള ദിവസങ്ങളിൽ അവരും ഇടയ്ക്ക് വരായിരുന്നു. പിന്നെ കുഞ്ഞിനെയും ചെക്കനെ എടുത്തിട്ട് അവർ തൊഴാനെന്തോ പോയി. ഞാനും ഏട്ടനും കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് നിന്നു കേട്ടോ. പിന്നെ അവർ തൊഴുതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ വീട്ടിൽ ആദ്യം പോകണോ വേണ്ടോ എന്ന് കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ ഇവരുള്ളതുകൊണ്ട് എന്തായാലും പോവാം, അപ്പോൾ അവരെ അവിടെ ആക്കുകയും ചെയ്യാമല്ലോ വിചാരിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ പോകാൻ വെച്ചു. കുഞ്ഞിനാണെങ്കിൽ കീർത്തനയും കൃപേനെയും ഭയങ്കര കാര്യമാണ്. അവരെ കണ്ടപ്പോഴത്തേക്ക് അവൾ പിന്നെ അവരുടെ കൂടെ തന്നെ കൂടി അമ്പലത്തിൻ്റെ അവിടെ കിടന്ന് ഒരേ കളിയൊക്കെ ആയിരുന്നുണ്ടോ. ചെക്കന് പിന്നെ എന്ത് ഇട്ടാലും അവന് വായിലേക്ക് പോകും. അപ്പോൾ അവൻ കിട്ടിയ പ്രസാദമൊക്കെ എടുത്ത് വലിച്ച് വായിലിടലായിരുന്നു അവൻ്റെ പരിപാടി കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ കുറച്ച് ഫോട്ടോയും വീഡിയോയൊക്കെ ചെയ്ത് എടുത്തു. എനിക്കാണെങ്കിൽ ഉറക്കം ശരിയാവാത്തതിൻ്റെ നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ നേരം ഞങ്ങൾ അവിടേക്കൊന്ന് വട്ടം കറങ്ങി നിന്നു ഗായ്സ്. ഈ വെഡിങ് ആനിവേഴ്സറിക്ക് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇത്രയും വർഷമായിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറിക്ക് അമ്പലത്തിൽ പോണത് കേട്ടോ. ഇതുവരെ അങ്ങനെ പോയിട്ടില്ല. പിന്നെ ഏട്ടനൊരു താല്പര്യം, പിന്നെ ഞാനായിട്ട് അതിനൊരു എതിര് പറയാനും നിന്നില്ല. ഞാൻ പൊതുവേ അമ്പലത്തിലൊക്കെ കയറും, ഉള്ളിലൊക്കെ കയറാൻ എനിക്കും ഇഷ്ടമൊക്കെ തന്നെയാണ്. പിന്നെ ഞാനിങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുക അതന്നെ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഒരു പപ്സും ചായയും കുടിക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ. ശരി, നല്ല വിശന്നിട്ടാണ് വന്നത്. രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉറങ്ങി എണീറ്റ് കുളിച്ച് അങ്ങനെ രണ്ടുപേരെയും കൊണ്ട് വന്നതായിരുന്നു. അപ്പം എന്നാൽ ഒരു ചായയും പപ്സൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അത് കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുണ്ടൂർ തന്നെ ഉള്ളൊരു നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകണൊരു ബേക്കറി തന്നെയാണ് കേട്ടോ. അവിടെ തന്നെ നമ്മൾ പോയി. അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ നേരെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പം ഞങ്ങൾ പോയി ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ ഏട്ടൻ്റെ വീട്ടിലേക്ക് വന്നു. ഇവിടെ ആരുമില്ല, അച്ഛനും അമ്മയൊക്കെ പണിക്ക് പോയിരിക്കണം, അമ്മ മാത്രമേ ഉള്ളൂ. അവൾ അടുക്കളയിൽ എന്തോ കോളിഫ്ലവർ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ചെക്കൻ ഉറങ്ങി. കൃപയോടൊപ്പം പോയി പെണ്ണ് അങ്ങോട്ട് അച്ഛമ്മയുടെ അവിടേക്ക് പോയി. കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് പോകും. ഞങ്ങളിപ്പോൾ തന്നെ ഇവിടുന്ന് പോകുമെന്നാണ് ഏട്ടൻ്റെ പറച്ചിൽ. ഏട്ടൻ്റെ 2 ദിവസമായിട്ട് വയ്യ ഗൈസ്, കിടക്കുന്നു. അമ്മോ, എന്താടാ അവിടെ വരെ ആയാൽ മതി പക്ഷെ ആയപ്പോൾ അങ്ങനെ വലിയൊരു ഇതൊന്നും തോന്നില്ല. ഇന്നലെ വരെ ഇന്നെൻ്റെ വെഡിങ് ആനിവേഴ്സറി അങ്ങനെയായിരുന്നു. ഇന്ന് ആയപ്പോഴത്തേക്ക് വെഡിങ് ആനിവേഴ്സറി അങ്ങനെ. ചോറ് അമ്മ വെച്ച് നല്ല രസവും ബീട്രൂട്ട് കറിയും. ഗായ്സ്, അപ്പോൾ വീഡിയോക്ക് ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ടാവും. സംഭവം ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഇന്ന്, നാളെ ഏട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ രണ്ടും കൂടെ ഒറ്റ വ്ളോഗായിട്ട് ഇടാൻ വിചാരിച്ചു. അപ്പോൾ ഏട്ടന് സർപ്രൈസ് കൊടുക്കാനാണ് കേട്ടോ. അപ്പം നമ്മൾ കേക്ക് വാങ്ങാനും ചെറിയൊരു സർപ്രൈസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാനെല്ലാം വീഡിയോ ആയിട്ട് ഇടാൻ എൻ്റെ മാക്സിമം നോക്കാം.
ഇപ്പോൾ കേക്ക് വാങ്ങാൻ പോകണേ. രാജേട്ടൻ വരുന്നുണ്ട് കാറിൽ. അപ്പോൾ ഞാൻ രാജേട്ടൻ്റെ അടുത്തേക്ക് റോട്ടിലേക്ക് വരും. അപ്പോൾ റോട്ടിലേക്ക് നടക്കുകയാണ്. ഏട്ടൻ്റെ അടുത്ത് ഇപ്പോൾ വരാട്ടാ രാജേട്ടനോട് പുറത്ത് പോയിട്ട് വരാൻ പറഞ്ഞിട്ട് ഇറങ്ങി കണ്ടാ. അപ്പോൾ ഏട്ടൻ അറിയില്ല സർപ്രൈസ് എന്താണെന്നുള്ളതൊക്കെ വീഡിയോ കൂടെ കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എനിക്ക് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോൾ. കാരണം എന്നെക്കൊണ്ട് എന്തൊക്കെയൊക്കെയോ ചെയ്യാൻ പറ്റുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഏട്ടനിങ്ങനെ ഒരു ഗിഫ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് ആയിക്കോട്ടെ ബർത്ത്ഡേക്ക് ആയിക്കോട്ടെ കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആ മെമ്മറീസൊക്കെയാണ് ഞാനിപ്പോൾ പകർത്തിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഓരോന്നായിട്ട് കാണട്ടെ ഗൈസ്. നമ്മളങ്ങനെ ഫസ്റ്റ് പോയത് ബർത്ത്ഡേയുടെ ആ ഒരു കാർഡ് വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ശരിക്കും ഞങ്ങളിത് കുറച്ച് ദിവസമല്ല, ഏകദേശം ഫെബ്രുവരി തുടങ്ങിയപ്പോൾ തൊട്ട് ഞാനും അശ്വിൻ ചേച്ചി രാജേട്ടനും കൂടെ പ്ലാൻ ചെയ്തതാണ്. പിന്നെ ഞങ്ങൾ സുഭാഷ് ചേട്ടനെ സനലിനെയും കൂടെ അതിൻ്റെ ഒരു പാർട്ടാക്കി. ഏട്ടന് എന്തായാലും ഒരു സർപ്രൈസ് കൊടുക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു കേട്ടോ ബർത്ത്ഡേക്ക്. അപ്പോൾ കുറേ റീൽസിലൊക്കെ ട്രെൻഡിങ് കണ്ടു. കാറിൻ്റെ ബാക്കിൽ നമ്മളിങ്ങനെ കാറ് പോകുമ്പോൾ നമ്മുടെ വേറൊരു കാർ നമ്മൾ സെറ്റ് ചെയ്ത് അതിൽ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ ചെയ്തിട്ട് അത് ഓവർടേക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ എഴുതി കാണിക്കണം. അങ്ങനെ സെറ്റ് ചെയ്യാനാണ് ഞങ്ങളുടെ പ്ലാൻ കേട്ടോ. നിങ്ങളിനി കണ്ടോളൂ. പ്ലാനൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും രാജേട്ടനും കൂടെ ഏട്ടൻ്റെ അടുത്ത് അശ്വിൻ ചേച്ചി വരുന്നുണ്ട്. അപ്പോൾ ചേച്ചീനെ വിളിച്ചിട്ട് വരാം ഏട്ടാ, ചേച്ചിക്ക് കുറച്ച് വയ്യാണ്ടിരിക്കുകയായിരുന്നു, 2 ദിവസമായിട്ട് റെസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇനി അവിടെ നിന്ന് ഒറ്റയ്ക്ക് ബസ് കയറി വരേണ്ടതായിട്ട് ഞങ്ങൾ വിളിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് രാജേട്ടൻ്റെ അടുത്ത് ചേച്ചീനെ വിളിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. അങ്ങനെ ഞങ്ങൾ ഒലക്കോട്ടിലെ കണക്റ്റിലാണ് കേട്ടോ പോയത്. അവിടെ പോയിട്ട് പിന്നെ ആ ചേട്ടനോട് പറയാം ഞങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കണം, അതുപോലത്തെ ഒരു സാധനം വേണമെന്നൊക്കെ പറഞ്ഞ് ആളോട് പറയണം. അപ്പോൾ ആൾ അതിന് യോജിച്ചായിട്ടുള്ള ഓരോ സാധനങ്ങളൊക്കെ നമുക്ക് എടുത്തു തരുമായിരുന്നു കേട്ടോ. എനിക്ക് എന്താ പറയുക എന്ത് ചെയ്യണമെന്ന് വലിയ ഐഡിയ ഇല്ല, ആദ്യമായിട്ടാണ് ചെയ്യണം. അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ. ദൈവമേ എല്ലാം നന്നായി നടന്നാൽ മതിയായിരുന്നു എന്നുള്ളതായിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് എനിക്ക് ഏട്ടൻ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റി. അപ്പോൾ ബർത്ത്ഡേക്ക് ഞാൻ ഏട്ടനൊരു സർപ്രൈസ് കൊടുക്കണം. എനിക്ക് അതിൽ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് യാക്കരയിലുള്ള വാഞ്ചോ ബേക്സിലേക്കാണ് കേട്ടോ. അവിടുത്തെ കേക്കൊക്കെ അടിപൊളിയാണ്. രാജേട്ടനാണ് എന്നെ ആ ഒരു കേക്കിൻ്റെ ഷോപ്പ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ രാജേട്ടൻ വന്നു. കേക്ക് രാജേട്ടൻ്റെ വകയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ നിന്ന് തന്നെ കേക്ക് വാങ്ങാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോയി. പിന്നെ നമ്മൾ ചോക്ലേറ്റ് വാഞ്ചോ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ പിന്നെ ഹാപ്പി ബർത്ത്ഡേ അപ്പു, ഏട്ടനെ അപ്പു എന്നാണ്. രാജേട്ടനെ സ്പോൺസർ ചെയ്തുകൊണ്ട് നമ്മൾ പേര് അപ്പു എന്നാണ് എഴുതി കേട്ടോ. കാരണം വീട്ടിലെല്ലാവരും ഏട്ടനെ അപ്പു എന്നാണ് വിളിക്കുക. അതുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ അപ്പു എന്നൊക്കെ എഴുതി നമ്മൾ കേക്കൊക്കെ വാങ്ങിയിട്ടാണ്. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേക്ക്. ടേസ്റ്റൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് വാങ്ങി നേരെ ഏട്ടനൊരു ഷർട്ട് എടുക്കാൻ പോയിട്ട് അപ്പോൾ ഏട്ടൻ വിളിച്ചോണ്ടേ ഇരിക്കുന്നു, എവിടെ എത്തി. ഞാൻ അച്ഛൻ അമ്മയുടെ അടുത്ത് കഥ പറഞ്ഞ് നിൽക്കുകയാണ്. പിന്നെ ഓരോരുത്തരെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ നിന്നു. അതൊക്കെ ഓരോ നുണകളൊക്കെ പറഞ്ഞു. പക്ഷേ ഏട്ടൻ പറഞ്ഞു എന്തോ സർപ്രൈസ് എടുക്കാനാണെന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു ആൾക്ക്. പക്ഷെ ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ എന്ത് സർപ്രൈസ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടോ. അങ്ങനെ വീട്ടിൽ ഫുഡൊക്കെ കഴിച്ചു തന്നു. ഗൈസ് ഞങ്ങൾ ആ സംഭവത്തിലേക്ക് പോവുകയാണ്. ഗൈസ് ദാ ഫ്രണ്ടിൽ ഇപ്പോൾ വണ്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ. എനിക്ക് സൂം ചെയ്ത് എടുക്കാനും പറ്റിയില്ല. പക്ഷേ കാറ്റിലിങ്ങനെ നടന്നു പോയിട്ട് മൊത്തം പാറി അത് ഫുള്ള് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളതൊക്കെ മുകളിലേക്കായി പോയിട്ടാണ്. ഏട്ടനും അശ്വിൻ ചേച്ചിയൊക്കെ ഇരുന്ന് കാറിലിരുന്ന് ഒരേ ചിരിയായിരുന്നു. അതാണ് ഞാൻ വീഡിയോ ഇപ്പോൾ വോയിസ് ഓവർ ഇടുന്നത്. അയ്യോ പക്ഷേ ഞാൻ ഭയങ്കര എക്സൈറ്റോടെ ഇരുന്നതാണ്. പക്ഷേ നമ്മുടെ വിചാരിച്ച പോലെ സംഭവം സെറ്റായില്ല. അത് നമ്മൾ കുറച്ചും കൂടെ നേരത്തെയൊക്കെ പ്ലാൻ ചെയ്യണമായിരുന്നു. കുറച്ച് പണി പാളി ഗൈസ്. ഹാപ്പി ബർത്ത്ഡേ ഏട്ടാ. കുഞ്ഞാ അപ്പഴത്തെ ഹാപ്പി ബർത്ത്ഡേ പറ. അപ്പഴടുത്ത് ഹാപ്പി ബർത്ത്ഡേ പറ കുഞ്ഞാ. ശരി അപ്പഴടുത്ത് ഹാപ്പി ബർത്ത്ഡേ പറ. ഹാപ്പി ബർത്ത്ഡേ പറ ഏട്ടാ. അങ്ങനെ പറയല്ലേ, ഞങ്ങളുടെ കഷ്ടപ്പാട് നിങ്ങൾക്ക് അറിയില്ല അല്ലേ സല്ലേ. അങ്ങനെ ഞങ്ങളുടെ മുണ്ടൂരുള്ളൊരു ഗ്രൗണ്ട് ഉണ്ട്, അവിടെ പോയി ഞങ്ങൾ കേക്കൊക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കി. പക്ഷേ ഏട്ടൻ ഇത് കണ്ടിട്ട് ചിരിയായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ചൊക്കെ സങ്കടം വന്നു. പാളിയാലും ചെറുതായിട്ടൊക്കെ ഞാൻ ശ്രമിച്ചില്ലേ, അതിനൊരു അപ്രിസിയേഷനെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ ഞാൻ സങ്കടപ്പെടുന്ന കണ്ടപ്പോൾ പിന്നെ ആളെന്നെ കുറച്ച് ആശ്വസിപ്പിക്കാൻ വന്നു. സാരമില്ല പോട്ടെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. എനിക്കാണെങ്കിൽ ആകെ സാഡായി. പിന്നെ രാജേട്ടൻ്റെ കാറിൽ അതൊക്കെ കൂടെ ഞങ്ങൾ ഒട്ടിച്ച് ഇതാക്കിയിട്ട് പിന്നെ എനിക്ക് എന്തൊക്കെയോ പോലെ ആയി. പിന്നെ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തു. എന്നാലും എനിക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റിയല്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്ക് കുറേ സന്തോഷം, ഒരുപാട് സന്തോഷം. ഇടയ്ക്കൊക്കെ കുറച്ച് ഇമോഷണലായി പോയി ഞാൻ. എനിക്കും
കുറച്ചും കൂടെ സെറ്റാക്കായിരുന്നു തോന്നി. സാറില്ല, ആദ്യത്തെ അറ്റംപ്റ്റ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ വിട്ടു. അപ്പോൾ ചേട്ടനും എല്ലാവരും കൂടെ എന്നെ കുറേ കളിയാക്കിയപ്പോൾ എനിക്ക് നല്ല വിഷമമായി. പിന്നെ അതൊക്കെ വിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് കേക്കൊക്കെ പിടിച്ച് കുറച്ച് ഫോട്ടോ കാര്യങ്ങളൊക്കെ സണ്ണിലാണ് നമ്മുടെ ഫോട്ടോഗ്രാഫർ. ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ച് വർത്താനൊക്കെ വന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഏട്ടൻ ഇതുവരെ ഇങ്ങനെ ഒരു സർപ്രൈസ് കിട്ടിയിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല ഗൈസ്. ആദ്യമായിട്ടായിരിക്കും ഒരാളിങ്ങനെ ഏട്ടന് ഇങ്ങനെ ഒരു സർപ്രൈസൊക്കെ കൊടുക്കുന്നത്. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഹാപ്പിനെസ്സൊക്കെ ആളുടെ മുഖത്തുണ്ട് എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ മൊത്തം. അങ്ങനെ ഏട്ടൻ കേക്ക് മുറിക്കാൻ പോവാണ് ഗൈസ്. Happy birthday to you. Happy birthday. കുട്ടികളെ കൊടുക്കൂല്ലേ? നമ്മളെ ആ കാണിച്ചോണ്ടിരിക്കണോ അവിടെ? ഇങ്ങനെ ഇത്ര ടൈറ്റ് ആയിട്ടില്ലേ? തോന്നിയില്ലേ കാറ്റൊന്നും? സർപ്രൈസ് ആയാലും സൂപ്പർ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് ഗൈസ്. ഞാനെന്ത് പറഞ്ഞു എന്താണെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഒരു സംഭവം ഉണ്ട്. അല്ലല്ല ഇവ എന്റെ അടുത്ത് എന്നെ വായിന്ന് പറയാൻ വേണ്ടി നോക്കി, പക്ഷെ ഞാൻ പറഞ്ഞില്ല. ഒരുപാട് നല്ല കേക്ക്, നല്ല ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ട് കേക്ക്? കേക്ക് അടിപൊളിയായിരുന്നു, നല്ല കേക്ക്. എങ്ങനെയുണ്ട് ശരി? ഇത് വാഞ്ചോ എന്ന് ഇറക്കിക്കൊണ്ടുവന്നാണ് സംഭവം. നമ്മുടെ സുനീഷ് എന്നെ പറഞ്ഞിട്ട് സെറ്റ് ആക്കിയതാണ്. അതാണ് നിങ്ങൾ അങ്ങോട്ട് പോയി വരണല്ലേ? കേക്ക് മാത്രം തിന്നണ്ടാ? അത് സർപ്രൈസ് അല്ലേ? കേക്ക് കൊന്നിട്ടാ? ഇല്ലല്ല, ഇതെന്ത് മുട്ടി കഷ്ണോ താഴത്ത്? ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഇതിലൊന്നും എക്സൈറ്റ്മെന്റ്. അതിലെന്താണ് സന്തോഷല്ലേ? വേറൊന്നും സന്തോഷമില്ല. സർപ്രൈസ് അല്ലേ? നോക്കിട്ട് പോലും ഇല്ല. തുറന്ന് നോക്കല്ലേ? ഇത് വേണം, അത് ശരി. എന്നാ കുപ്പി മറ്റേ ഡ്രസ്സൊക്കെ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കണം. വെറുതെ കൈ പിടിച്ചിരിക്കണം. ഒരു ഫോട്ടോ എടുത്തു. നീ കുപ്പി സന്തോഷത്തോടെ നിൽക്കുക. അതാ കുപ്പിയിൽ വലിയ നീ സന്തോഷം കാണിക്കില്ലേ? എന്താ പറയാ, പോന് ഇതൊന്നും ചെയ്തിട്ട് വലിയ സന്തോഷപ്പെട്ടില്ല. പക്ഷെ ചെക്കന് ഈ സംഭവം കിട്ടി. ഇതിലൂടെ അവന്റെ ആ കുപ്പിയിലൂടെ ഷർട്ട് എടുത്തു കൊടുത്തു, കേക്ക്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. ഒന്നും അവന് സന്തോഷമായില്ല. പക്ഷെ ഈ ഒരു സംഭവം ഇല്ലടാ, ഈ ഒരു സംഭവം കുപ്പിയിൽ പോയി. ഇനി മേലാൽ നിന്റെ കെട്ടികളോട് ഇല്ലേ, മേലാൽ ആവർത്തിക്കരുത്. അവസ്ഥ ഇനി മേലാൽ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കളിയാക്കി, കുറേ പഞ്ചൊക്കെ അടിച്ച് ഒരു ചായയും കുടിച്ച് പിരിയാ വിചാരിച്ചിട്ട് വീട്ടിലേക്ക് പോകണം. പിന്നെ എൻ്റെ ഏട്ടൻ മുഴുവൻ കുടിയാനൊന്നുമല്ല, ഏട്ടൻ ആ ബ്രാൻഡ് ഭയങ്കര ഇഷ്ടമാണ്. കുടിക്കുമോ ചോദിച്ചാൽ കുടിക്കും. അപ്പം ഞാൻ വാങ്ങിക്കൊടുത്തു, അത്രേ ഉള്ളൂ. ഇനി അത് കണ്ടിട്ട് ആരും നെഗറ്റീവ് അടിക്കണ്ട. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൊരു വ്ളോഗ്. പിന്നെ ഞങ്ങളൊരു ചായ കുടിച്ച് വീട്ടിലേക്ക് പിരിഞ്ഞു. ബൈ ബൈ ഗായ്സ്.